എങ്ങട്ടാ? എങ്ങോട്ടും ഇല്ല. എന്താ കൂട്ടാൻ? മോളൂഷ്യം. ദിവസം പണി കിട്ടി പോയതിനു ശേഷം കൂട്ടാനൊക്കെ മോശമാവൂല്ലേ? പൊക്കോ പൊക്കോ പൊക്കോ. അമ്മനെ എവിടെ തങ്കം? ചെറിയമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുക. എന്താ പനി? നീ വന്നില്ല. നിന്റെ അച്ഛമ്മയും കിടപ്പില്ല. എന്റെ അമ്മ മാത്ര ഇപ്പൊ അലക്ക്. ശമ്പളം വാങ്ങാൻ എക്കുറി വരാത്തപ്പോ എന്താന്ന് വിചാരിച്ചു. അച്ഛനാരുടെ അടുത്ത് കൊടുത്തയച്ചല്ലോ, കിട്ടിയില്ലേ? അതുകൊണ്ട് തീരെയൊന്നുമില്ല അവിടുത്തെ പ്രാരാബ്ദം. ഞാനൊരു ദിവസം വരാം അച്ഛമ്മയെ കാണാൻ. അങ്ങനെ വരണ്ട. ഞാൻ വിളിച്ചപ്പോ വരാത്തവര് അവിടെ വിരുന്നിന് വരണ്ട. ഞാനപ്പോ അവിടെ ചെലവ് നടത്തണേ. ഇനി ആ പടി കയറിയ നിങ്ങൾക്കിപ്പോ ബോധമില്ലാണ്ട് ഓരോന്ന് പറയാണ്. നീ ഒരിക്കൽ വരും, അത് എനിക്കറിയാം. വലിയ വീട്ടിലെ പണിക്കാർത്തികൾ കിട്ടുന്ന പാണ്ഡവം ചൂടുകൊണ്ട് നീ വരും. ആളുകൾ കേൾക്കൂല. നിന്റെ തമ്പ്രാക്കന്മാരും എനിക്ക് ചെലവിനായിരുന്നില്ല. ഒരു കേട്ട സോപ്പ്, ഒരു നുള്ളു പൗഡർ, ഇതിന്റെയൊക്കെ വിലയല്ലേ നിനക്ക് കൊള്ളൂ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സ്വന്തം ബന്ധമൊന്നും ഞാൻ നോക്കില്ല. കാരണം പോകണ്ട അവിടുന്ന്. ഓ അല്ല, ഈ വഴിയും കിഴക്കമ്പാട്ടുകാരുടെ വഴിയായിരിക്കും. എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, സുഖം. പണി തെറ്റൊന്നുമില്ല. അപ്പേട്ടൻ ചെന്നിരുന്നത്രേ. മൂപ്പര് വിടാതെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ തിരക്ക് കൂട്ടാറൊന്നും ആയിട്ടില്ല. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എപ്പോഴായാലും വേണ്ടതല്ലേ. മുഴുവൻ ഹരിദാസന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. എല്ലാം ഒരു ചെറിയ മട്ടത്തിലൊക്കെ മതി. അങ്ങ് നിന്നും സ്വന്തക്കാരാവുമ്പോ വലിയ ഘോഷം കൂട്ടുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനി എല്ലാം അവനും അപ്പേട്ടനും തന്നെ തീരുമാനിക്കട്ടെ. അതെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഇവിടെ വിശേഷമൊന്നുമില്ല. അമ്മയുടെ കാലിലെ അസുഖം അധികമൊന്നുമില്ലെന്ന് കരുതുന്നു. ഞാൻ പണമൊന്നും അയക്കുന്നില്ല. അവിടെ വിശേഷിച്ച് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ മാസവും കുറേശ്ശെയായി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പുമമ്മ വന്നിരുന്നു. വീട്ടിലേക്ക് ചെല്ലാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. ഒരു ഞായറാഴ്ച പോയി വരാം. ബസ്സിന് പോയാൽ അന്നേക്കൊന്ന് മടങ്ങാം. അച്യുതൻ നായർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ മാറ്റം വന്ന ഒരു ഓഫീസർ ഒരു നമ്പ്യാരാണ്. അച്ഛനെ പരിചയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേറെ വിശേഷമൊന്നുമില്ല. സ്വന്തം മകൻ ഹരിദാസൻ.
അമ്മായി, അമ്മായി. അല്ല, ഇതായത് ദാസനോ? നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ മോനെ. ജോലി സ്ഥലത്ത് താമസമൊക്കെ സുഖമാണോ? ആ, ഒരുവിധം സുഖം. രത്നം, ചെക്ക്. രത്നം, ദാ വരുന്നു അമ്മേ. ഹായ്. നിന്റെ ദാസേട്ടൻ വന്നിരിക്കണോ? ദാസേട്ടൻ തടിച്ചിരിക്കുന്നു. നീ അങ്ങ് മെലിഞ്ഞ് സുന്ദരിയാകാൻ ശ്രമിക്കാണ് അല്ലേ? അപ്പുമാമ എവിടെ? ഇന്ന് വക്കീലിനെ കണ്ടിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. കുറച്ച് കഴിയുമ്പോഴേക്കും വരും. ഞാനീ ഒരിക്കൽ വരാം. ഹാ, അതൊക്കെ വെറുതെ പറയാമേ. അച്ഛൻ വന്നിട്ട് പോയാ മതി. ദാസേട്ട, നമുക്ക് ചെസ് കളിക്കാം. മോനെ, ദാസേട്ടന് ശല്യം ചെയ്യാതെ പോയി മേക്കരുത്. കുട്ടിക്കാലത്ത് കണ്ടതാണ് ഈ വീട്. അമ്മാമ മറ്റേ കാര്യം പറയാനാ പ്രത്യേകം വരാൻ പറഞ്ഞത്. ഏത് കാര്യം? രത്നത്തിന്റെ. അതിനകത്ത് വലിയ തിരക്കെന്താ? നിനക്ക് തിരക്കുണ്ടാവില്ല. അവൾക്ക് വയസ്സ് 22 ജോലി ചേർന്ന ഉടനെ ലീവ് എടുക്കുന്നത് ശരിയല്ല അമ്മായി. അതിനെന്തിനാ ഇത്ര ലീവ്? ഒരു ഞായറാഴ്ചയുടെ കൂടെ 1-2 ദിവസം ഉണ്ടായ ധാരാളായി. എവിടെയോ കിടക്കണ ആൾക്കാരൊന്നും അല്ലല്ലോ. ഒക്കെ അമ്മാമ വന്നാ പറയും. രാവിലെ നേരത്തെ അങ്ങ് പോയാ മതി. എനിക്ക് ഓഫീസുണ്ട് അമ്മായി. 6:00 ഒരു ബസ്സുണ്ട്. 7:30 ബസ്സിൽ പോയാലും മതി. അഥവാ 8:30 ഫാസ്റ്റിന് പോയാലും കറക്റ്റ് ടൈമിന് ഓഫീസിലെത്താം. ഞാൻ ഷർട്ടും മുണ്ടും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതൊരു പ്രശ്നമല്ല. 6:30 തന്നെ പോവാം. റൂമിലെത്തി കുളിച്ച് ഡ്രസ് ചെയ്ത് പോവാൻ ധാരാളം സമയമുണ്ട്. നീ വന്നോ? ഇരിക്കേ. പോവാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു രാവിലെ പോവാന്ന്. കുറച്ച് തിരക്കൊക്കെ കാണിക്കണം. തിരക്കില്ലെങ്കിലും അതല്ല ഇന്നത്തെ ഒരു നാട്ടുനടപ്പാണ് മോളെ. ഇനി ധൃതിയില്ലല്ലോ. മുകളിലിരിക്കാം. സ്റ്റീരിയോയില് നല്ല റെക്കോർഡ് വെച്ച് പാട്ട് കേൾക്കാം. ഏതായാലും ഇന്ന് പോകാത്ത സ്ഥിതിക്ക് ഈ നാട്ടും പുറക്കൊന്ന് ചുറ്റിക്കണം. ഞാൻ ഇപ്പൊ വരാം. മെല്ലെ മെല്ലെ സൂക്ഷിച്ചിറങ്ങും. എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്തത്? മാമ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിസിഷൻസ്? വാട്ട് ആർ ദ ഡിസിഷൻസ്? അതൊക്കെ സമയമാവൾ അറിയിക്കും. അല്ല, എനിക്ക് ധൃതിയൊന്നുമില്ല. എനിക്കും. കണ്ടിടത്തോളം അമ്മായിക്കാണ് വലിയ തിരക്ക്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓ,
രത്നത്തിന്റെ നാട്ടിലെ അസ്തമയം മനോഹരമായിരിക്കുന്നു കേട്ടോ. Oh, that's too much. A thing of beauty is a joy forever, isn't it? Sure.